ഇറാന്റെ വരുമാന സ്രോതസ്സുകൾ തടയുന്നതിന്റെ ഭാഗമായിട്ടുള്ള US ട്രഷറി ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഇത്തരത്തിലുള്ള നടപടി എന്ന് പറയുന്നത്. രാജ്യാന്തര ഉപരോധങ്ങൾ മറികടന്ന് ഇറാന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിദേശ വിപണികളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഡസൺ കണക്കിന് കപ്പലുകളെയും അവരുടെ അല്ലെങ്കിൽ ഈ കപ്പലുകളുടെയൊക്കെ ഉടമസ്ഥരെയും ഒക്കെ ലക്ഷ്യമിട്ടാണ് പുതിയ നടപടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കപ്പലുകൾ പലപ്പോഴും പഴയതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമാണ് എന്ന് US ആരോപിക്കുകയും ചെയ്യുന്നു. മധ്യപൂർവേഷ്യയിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നതിനായിട്ട് ഇറാൻ ഈ എണ്ണക്കടത്തിൽ അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഒരു പ്രസ്താവനയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഭീകര പ്രവർത്തനങ്ങൾക്കും പ്രാദേശിക അസ്ഥിരതയ്ക്കുമെതിരെ നിലപാട് ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്ന് അമേരിക്ക വ്യക്തമാക്കുമ്പോഴും ഇറാനെ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഈ കമ്പനികൾക്കും കപ്പലുകൾക്കും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. ഇവരുടെ അമേരിക്കയിലുള്ള ആസ്തികൾ അത് കണ്ടുകെട്ടുകയും അമേരിക്കക്കാരുമായിട്ടോ അമേരിക്കൻ ബാങ്കുകളുമായിട്ടോ ഇടപാട് നടത്തുന്നതിൽ നിന്ന് ഇവരെ വിലക്കുകയും ചെയ്യും.